നമസ്കാരം. ലളിതാ സഹസ്രനാമത്തിലെ 15ാമത്തെ നാമമാണ് നമ്മൾ പറയുന്നത്. ഓം അഷ്ടമി ചന്ദ്ര ബിഭ്രാജത് ദളികസ്ഥല ശോഭിതായൈ നമ. ഇങ്ങനെയാണ് അർത്ഥം. അഷ്ടമി ചന്ദ്ര ബിഭ്രാജത് ദളിക, അത് ദളിക എന്നല്ല, ബിഭ്രാജത് എന്ന് കഴിഞ്ഞാൽ പിന്നെ അളിക എന്ന് വായിക്കണം. അത് അലിക എന്നാണെങ്കിലും അളിക എന്നാണെങ്കിലും കറക്റ്റ് തന്നെ. അളി വണ്ട്, പക്ഷെ അളികം എന്നാണ് തന്നിരിക്കുന്നത്. അളികം നെറ്റിയാണ്. അപ്പോൾ അഷ്ടമി ചന്ദ്ര ബിഭ്രാജത് അളിക സ്ഥല ശോഭിതായൈ നമ. ഇവിടെ നമ്മുടെ ലളിതാദേവിയുടെ, ലളിതാ പരമേശ്വരിയുടെ നെറ്റിത്തടത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നെറ്റിത്തടന്റെ ഇവിടെ നിങ്ങനെ ഈ ഷേപ്പിൽ വരുമ്പോൾ അഷ്ടമി ചന്ദ്രന്റെ ഷേപ്പാണ്. അഷ്ടമി ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ കല തുടങ്ങി 8ാമത്തെ ദിവസം വരുന്ന ചന്ദ്രൻ, അതാണ് അഷ്ടമി ചന്ദ്രൻ. ആ അഷ്ടമി ചന്ദ്രൻ വരുന്ന ദിവസം നിങ്ങൾ വീടിന്റെ പുറത്തിറങ്ങി ആ അഷ്ടമി ചന്ദ്രനെ നമ്മൾ നമസ്കരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പൊ ഈ അഷ്ടമി ചന്ദ്രൻ എങ്ങനെയാണോ ഇരിക്കുന്നത്, അപ്പൊ ഏതാണ്ട് പകുതി ചന്ദ്രൻ ആയി കഴിഞ്ഞു, അർദ്ധവൃത്താകൃതി ആയി കഴിഞ്ഞു ചന്ദ്രന്. ആ ചന്ദ്രനെ കമിഴ്ത്തി വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ദേവിയുടെ നെറ്റിത്തടം. ആ നെറ്റിത്തടത്തിന്റെ ശോഭ അതാണ് കണ്ടോ. അഷ്ടമി ചന്ദ്ര ബിഭ്രാജത്, ബിഭ്രാജത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം അഷ്ടമി ചന്ദ്ര ബിഭ്രാജത് അളിക സ്ഥല ശോഭിതായി നമ. അപ്പൊ അത് പറയണമെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചന്ദ്രക്കല പോലെ കാണുന്ന, അതായത് അർദ്ധവൃത്താകൃതിയിലുള്ള ചന്ദ്രനെ പോലെ കാണുന്ന ആ ശോഭിക്കുന്ന നെറ്റിത്തടമാണുള്ളത്. നല്ലതുപോലെ ശോഭിക്കുന്ന എന്ന് പറയുമ്പോൾ വളരെ മനോഹരമായ നെറ്റിത്തടമാണ് ഇത്. നമ്മുടെ സൗന്ദര്യ ലഹരിയിൽ ശങ്കരാചാര്യർ വിരചിതമായ സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന ആ കൃതിയില് 46ാമത്തെ ശ്ലോകത്തില് ലലാട ലാവണ്യം എന്ന് തുടങ്ങുന്ന ഒരു ശ്ലോകമുണ്ട്. ലലാടം നെറ്റി. അപ്പൊ ലലാട ലാവണ്യം, ദേവിയുടെ നെറ്റിയുടെ ലാവണ്യത്തെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നത് എന്നാണെന്നറിയാമോ, ദേവി ഓൾറെഡി ഒരു ചന്ദ്രക്കല ധരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കിരീടം എടുത്താലും മതി. അപ്പൊ ഈ നെറ്റിയുടെ ഈ ചന്ദ്രക്കലയും ദേവി ധരിച്ചിരിക്കുന്ന ചന്ദ്രക്കലയും എടുത്ത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ ചന്ദ്രനാകും അത്രയും. അപ്പൊ അത് ആ സൗന്ദര്യമോ പറയുന്നത്, സൗന്ദര്യ ലഹരിയിൽ ദേവിയുടെ നെറ്റിത്തടവും ചന്ദ്രക്കലയും കൂടി എടുത്ത് അത് ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടമാവും. അപ്പോൾ പൂർണ്ണചന്ദ്രനാവും അത്രേ. അപ്പോൾ അത്ര മനോഹരമായ ശോഭിക്കുന്ന നെറ്റിത്തടത്തോട് കൂടിയവൾ എന്നാണ് അഷ്ടമി ചന്ദ്ര ബിഭ്രാജത് അളികസ്ഥല ശോഭിതായൈ നമ എന്ന് പറയുന്നത്. അപ്പം അത്ര മനോഹരമായിട്ട് നമ്മൾ ആവർത്തിച്ചത് പ്രാർത്ഥിക്കണം. ഓം അഷ്ടമി ചന്ദ്ര ബിഭ്രാജത് അളികസ്ഥല ശോഭിതായൈ നമ എന്നാണ് അർത്ഥം. അളിക നെറ്റി. അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമസ്കാരം.